പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വഷളാകുന്നുവെന്ന് പോപ്പ് ലിയോ 14 സമാധാനത്തിനായി ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇറാനും ഇസ്രയേലും പരസ്പരം തിരിച്ചടി തുടരുകയാണ്. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ നഗരങ്ങളിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണവും തുടരുകയാണ്. തിരിച്ചടി തുടരുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഐസൻ ജോസ് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഇപ്പോൾ പോപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ലോക സമാധാനത്തിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്, അല്ലേ? തീർച്ചയായും ദേവിക, ഏറെ സുപ്രധാനമായ ഒരു ഇടപെടലാണ് പോപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ കാര്യമാത്ര പ്രസക്തമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം. അദ്ദേഹം പറയുന്നത് മറ്റുള്ള ഒരാളുടെ നിലനിൽപ്പിനെ, അന്യന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾക്ക് അവകാശമില്ല എന്ന ബോധ്യത്തിൽ ജീവിക്കണമെന്ന കൃത്യമായൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഈ തർക്കം, ഈ ആണവ തർക്കത്തിലേക്ക് കാര്യങ്ങൾക്ക് ചെന്നെത്തുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് വരും തലമുറയ്ക്ക്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും യുദ്ധമല്ല മറിച്ച് സമാധാന ചർച്ചകളിലൂടെ പരസ്പരം അനുരഞ്ജനത്തിലൂടെ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒത്തുചേർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ഒരു നിർദ്ദേശമാണ് പോപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസങ്ങളിലാണ്, മെയ് മാസത്തിലാണ് അദ്ദേഹം പോപ്പായി സ്ഥാനമേൽക്കുകയും ചെയ്തത്. പോപ്പായി സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായാണ് അദ്ദേഹത്തിന്റെ ഇത്തരമൊരു അന്താരാഷ്ട്ര വിഷയത്തിലെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ആണവായുധങ്ങൾക്കെതിരായൊരു നിലപാട് സ്വീകരിക്കണം, അതിനെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കണം, ആണവ യുദ്ധം ഒഴിവാക്കേണ്ടതുണ്ട് എന്ന കൃത്യമായൊരു സന്ദേശം തന്നെയാണ് പോപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇത് ലോക സമാധാനത്തിനുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നതിനുള്ള ആദ്യഘട്ട ചർച്ചയായി പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശം പോലും പോപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ഒരു പക്ഷം ചേരലില്ലാത്ത നിലപാട് കൃത്യമായി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പോപ്പിന്റെ വാക്കുകളെ അല്ലെങ്കിൽ പോപ്പിന്റെ നിലപാടുകളെ കൃത്യമായി വിശകലനം ചെയ്യുന്നവർ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പോപ്പ് ഇക്കാര്യത്തിൽ ഒരു പക്ഷം ചേരാതിരിക്കുക, മറിച്ച് മനുഷ്യപക്ഷം ചേരുക, ദുരിതം അനുഭവിക്കുന്നതിന്റെ പക്ഷം ചേരുക എന്നൊരു നിലപാട് ഉറച്ചുകൊണ്ടുള്ള കൃത്യമായ വാക്കുകൾ പ്രയോഗിച്ചിരിക്കുന്നു എന്നതാണ് പോപ്പിന്റെ ആ പ്രസ്താവനയിലെ പ്രത്യേകത എന്നും കൃത്യമായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ അടുത്ത സമയങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ശക്തമായി ഇസ്രായേൽ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണപ്പാടങ്ങളിലെല്ലാം തന്നെ, എണ്ണ റിഫൈനറി അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ ആക്രമണം നടത്തി ടെഹ്റാൻ നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ടെഹ്റാനിലെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പിന്നാലെ തകർന്നടിഞ്ഞ എണ്ണപ്പാടങ്ങളുടെയും എണ്ണ റിഫൈനറിയുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് തന്നെയാണ് ഇക്കാര്യം ലോകത്തെ അറിയിക്കുകയും ചെയ്തത്. ആദ്യമായി തന്നെ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇസ്രായേലും തിരിച്ചടിക്കുകയാണ്, ഇറാനും തിരിച്ചടിക്കുകയാണ്. ഇസ്രായേലിന്റെ വിവിധ നഗരങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ ആക്രമണം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധി നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും അതുപോലെ തന്നെ അതിർത്തിയിലെ പ്രദേശങ്ങളിലെയും എല്ലാമുള്ള ജനങ്ങൾ ബങ്കറുകളിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയൊരു പട്ടിക തന്നെ ഇസ്രായേൽ പുറത്തുവിടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേന ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെയും ഇറാൻ നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പരസ്പര ധാരണയിലൂടെ, സൗഹാർദ്ദത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നൊരു നിലപാടിലേക്ക് പോപ്പ് ഉൾപ്പെടെയുള്ളവർ എത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആണവായുധ ശേഖരം പൂർണ്ണമായി തകർച്ചയല്ലാതെ, അല്ലെങ്കിൽ ഇറാന്റെ ആണവായുധ ശേഖരം തകർത്ത് തങ്ങളുടെ സുരക്ഷിതത്വം, രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിയല്ലാതെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. അതേസമയം ആക്രമണം തുടരുമെന്ന ഒരു നിലപാടിൽ ഇറാനും തുടരുന്നു. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ കർശന നിലപാടുകൾ എടുക്കുന്നതിൽ നിന്നും ഉടനടി നടപടികൾ വേണ്ടതില്ല എന്ന നീക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണം ഇനിയും തുടരും. ഇസ്രായേൽ അതിശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ശരി ഹസൻ, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വെല്ലുവിളിക്കുമ്പോഴും ഇറാന് ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടോ, അല്ലെങ്കിൽ ശക്തമായ ഒരു തിരിച്ചടിക്ക് ഇറാന് ഇനി കഴിയുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇറാനെ ഇനിയും ആണവായുധങ്ങൾ ശേഖരിക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ ഉള്ള ശേഷിയുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എങ്കിൽ കൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആണവായുധങ്ങൾ ശേഖരിച്ചു എന്നതാണ് ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. 9 ബോംബുകൾ നിർമ്മിച്ചു കഴിഞ്ഞു, അതിന്റെ അവസാന ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് മുൻപായി നടത്തുന്ന മുന്നൊരുക്കങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് എന്നതാണ് ഇന്നലെ പ്രധാനമന്ത്രി അറിയിച്ചത്. 9 ബോംബുകൾക്ക് വേണ്ട യുറേനിയം എൻറിച്ച് ചെയ്യുകയും അത്രയും യുറേനിയം എൻറിച്ച് ചെയ്തതിന് ശേഷം ആ ബോംബുകൾ തയ്യാറാക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള
ഈ ആണവായുധ ശേഖരം തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ അവരുടെ നിസ്സഹായാവസ്ഥയിൽ, അതായത് തങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന നിലപാടാണ് ഇന്നലെ തന്നെ ഇസ്രായേൽ പ്രതിരോധ വക്താവ് പോലും ഈ ആക്രമണം നടന്ന ഉടൻ തന്നെ 2 ദിവസം മുമ്പ് വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തത്. ഈ ആക്രമണം നടന്ന വേളയിൽ തന്നെ അന്ന് ഈ ആണവ ശേഖരത്തിന് നേരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നും ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ആണവ കേന്ദ്രങ്ങൾ, 2 പ്രധാന ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണം നടത്തുകയും ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ഇന്നലെ മലിനീകരണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ വ്യക്തമാക്കുകയും ചെയ്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ നീങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ആണവ ഭീഷണി തന്നെയാണ്. നിലവിൽ ഈ ആണവ ഭീഷണി എത്ര കണ്ട് ശക്തമായി ഇറാന്റെ കൈവശമുണ്ട് എന്നത് ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. മാത്രമല്ല അത് വീണ്ടും ആക്രമണത്തിന് പ്രയോജനപ്പെടുത്താനുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന ആശങ്ക ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതേ ആശങ്ക തന്നെ പോപ്പ് പോലും പങ്കുവയ്ക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണോത്സുകമായ ഒരു സംവിധാനത്തിലൂടെ ഇസ്രായേലിനെ കീഴ്പ്പെടുത്താനുള്ള ശേഷി ഇറാൻ ഉണ്ടോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴും സങ്കീർണാവസ്ഥ തുടരുകയാണ്. ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും തുടരുകയാണ്. ഉടൻ തന്നെ നടപടികൾ ശക്തമായി ഉണ്ടാകേണ്ടതുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത്. എങ്കിലും വിട്ടുവീഴ്ചയില്ലാതെ തങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിന് ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ടെഹ്റാനിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം നടന്നതും വൻതോതിൽ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതും എണ്ണപ്പാടങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തുകയും ചെയ്തത്. ശരി.